തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. സാധാരണ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ മേൽക്കൂരയും ഇരിപ്പിടവുമാണുള്ളതെങ്കിൽ മൂവാറ്റുപുഴ വള്ളക്കാല ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മറ്റൊരു അതിഥി കൂടിയുണ്ട്. KSEBയുടെ ഇലക്ട്രിക് പോസ്റ്റ്. നഗരവികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് യാത്രക്കാർക്ക് ആശങ്കയായി വൈദ്യുത പോസ്റ്റ് നിൽക്കുന്നത്. വിചിത്രമായ കാഴ്ചകൾക്ക് ഉദാഹരണമായി മാറിയിരിക്കുകയാണ് മൂവാറ്റുപുഴ വള്ളക്കാലിൽ ജംഗ്ഷനിലെ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. സാധാരണഗതിയിൽ യാത്രക്കാർക്ക് വെയിലും മഴയും ഏൽക്കാതിരിക്കാനുള്ള ഇരിപ്പിടവും മേൽക്കൂരയുമാണ് വെയിറ്റിംഗ് ഷെഡുകളിൽ ഉണ്ടാകാറുള്ളതെങ്കിൽ വള്ളക്കാലിൽ ജംഗ്ഷനിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് നടുവിൽ അധികൃതർ നൽകിയിരിക്കുന്നത് അതിനൊപ്പം ഒരു ഇലക്ട്രിക് പോസ്റ്റ് കൂടിയാണ്. നഗരവികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് നടുവിലൂടെയാണ് ഇരുമ്പ് വൈദ്യുത പോസ്റ്റ് മേൽക്കൂര തുളച്ച് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത്. വെയിറ്റിംഗ് ഷെഡിനുള്ളിലെ ഇരിപ്പിടത്തിനോട് ചേർന്നാണ് വൈദ്യുത പോസ്റ്റ് ഉള്ളത്. മേൽക്കൂര തുളച്ച് പോസ്റ്റ് നിൽക്കുന്നതിനാൽ മഴ പെയ്യുമ്പോൾ പോസ്റ്റിലൂടെ വെള്ളം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളിലേക്ക് കടക്കുകയും വലിയ അപകട ഭീഷണി ഉയർത്തുകയും ചെയ്യും. തുരുമ്പെടുത്തിരിക്കുന്ന പോസ്റ്റിൽ കൂടി മഴവെള്ളം ഒഴുകി യാത്രക്കാർക്ക് വൈദ്യുതാഘാതമേറ്റ് അപകടമുണ്ടാവാനുള്ള സാധ്യതയേറെയാണെന്ന് നാട്ടുകാരൻ മനോജ് KV പറഞ്ഞു. അങ്ങനെ നമ്മുടെ നാടിന്റെ നഗരവികസനത്തിൽ മറ്റൊരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ഈ വെയിറ്റിംഗ് ഷെഡ്. അപൂർവമായ ഒരു കാഴ്ച തന്നെ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം സാധാരണ വെയിറ്റിംഗ് ഷെഡിലൊക്കെ മേൽക്കൂര, ബെഞ്ച് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് സൗജന്യമായ ഒരു ഇലക്ട്രിക് പോസ്റ്റും കൂടി അതിൻ്റെ അത് അവർ സേവനം തന്നിട്ടുണ്ട്. ഇതിന് എൻ്റെ പ്രധാന ഒരു വിഷയം എന്നൊന്നും നമ്മളത്ര നിസ്സാരമായി കാണണ്ട. ഇതിൽ മുകൾ വഴി വെള്ളം ഇറങ്ങും, അപകട ഭീഷണി ഉണ്ടാവും. അതിനേക്കാളുപരി മുകളിലൊരു പണി നടക്കുന്നുണ്ടെങ്കിൽ ഇതുവഴി കയറും. അതിനേക്കാളുപരി ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയും ഈ ഇലക്ട്രിക് പോസ്റ്റ് വഴി ഉണ്ടാവുന്നുണ്ട്. വെള്ളം ഇറങ്ങി ഇപ്പം തന്നെ തുരുമ്പ് പിടിച്ച് കിടക്കണം. വെള്ളം ശരിക്കും ഇപ്പം മഴക്കാലം തുടങ്ങി കഴിഞ്ഞു. വെള്ളം ഇറങ്ങും, പിള്ളേർ ഇവിടെ വന്ന് നിൽക്കും, ഇത് കയറി കെട്ടിപ്പിടിച്ച് നിൽക്കും. ഷോക്ക് അടിക്കാനുള്ള സകലവിധ സാധ്യതകളും ഇക്കാര്യത്തിൽ നമുക്കുണ്ട്. യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്ന ഈ നിർമ്മാണ രീതി വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയോ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയോ ആണ് പോസ്റ്റ് നിലനിർത്തിയുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് കാരണമെന്നാണ് യാത്രക്കാർ ആരോപിക്കുന്നത്. അപകട സാധ്യത മുന്നിൽ കണ്ട് എത്രയും വേഗം ഈ വൈദ്യുത പോസ്റ്റ് നീക്കം ചെയ്യണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ക്യാമറമാൻ ഗോകുലിനോടൊപ്പം കൃഷ്ണ ഷാജി. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.